നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ നഗരമധ്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ അഴിഞ്ഞാട്ടം. നിയന്ത്രിക്കാൻ ആരുമില്ലാതെ പരാക്രമം നീണ്ടത് മണിക്കൂറുകൾ. തടിച്ചുകൂടിയ നാട്ടുകാർ പോലീസിൽ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഓപ്പറേഷൻ തൂഫാൻ വെറും പേരിനു മാത്രമെന്ന ആക്ഷേപവും ഉയർന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പെരുമ്പാവൂർ സന്ദർശനത്തിനും ഓപ്പറേഷൻ തൂഫാൻ നാർക്കോട്ടിക് ഹണ്ടിനും പിന്നാലെ നഗരമധ്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ലഹരി പരാക്രമം. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി പരിസരത്താണ് മണിക്കൂറുകളോളം ഇയാൾ അഴിഞ്ഞാടിയത്. ഗതാഗതം തടസ്സപ്പെടുത്തിയും ജനങ്ങൾക്ക് നേരെ ആക്രോശിച്ചും അലറി ബഹളം വെച്ചും നഗരത്തെ മുൾമുനയിൽ നിർത്തി ഇയാൾ. കടുപ്പമേറിയ ലഹരി വസ്തു ഉപയോഗിച്ചതുപോലെയാണ് അക്രമി പെരുമാറിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ചിലർ റോഡിന് നടുവിൽ നിന്ന് പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല. തടിച്ചുകൂടിയ നാട്ടുകാർ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരും തിരിഞ്ഞു നോക്കിയില്ല. ഇതിനിടയിൽ ആശുപത്രിയിൽ മറ്റൊരു കേസിലെ പ്രതിയുടെ പരിശോധനയ്ക്കായി എത്തിയ പോലീസുകാരോടും നാട്ടുകാർ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവരും കൈമലർത്തി. തുടർച്ചയായി സ്റ്റേഷനിൽ വിളിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥരും വാഹനവും അഗ്നിബാധ ഉണ്ടായ മറ്റൊരിടത്തേക്ക് പോയിരിക്കുന്നുവെന്ന മറുപടിയോടെ കൈയൊഴിഞ്ഞു. ഈ സമയമത്രയും അന്യസംസ്ഥാനക്കാരൻ നടുറോഡിൽ അഴിഞ്ഞാടുകയായിരുന്നു. ലഹരി വ്യാപനം തടയാൻ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുമെന്നും പ്രത്യേക വിഭാഗം തന്നെ സജ്ജമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു മടങ്ങിയതിന് പിന്നാലെയാണ് പോലീസിന്റെ ഈ അനാസ്ഥ എന്ന് ജനങ്ങൾ ആക്ഷേപമുന്നയിച്ചു. മണിക്കൂറുകൾ നീണ്ട പരാക്രമത്തിനൊടുവിൽ ഹൈവേ പോലീസ് എത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ അക്രമിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതും നിയമ നടപടികൾ കൈക്കൊണ്ടതും. ലഹരിക്കടിമയായവരുടെ പരാക്രമങ്ങൾ പെരുമ്പാവൂരിൽ തുടർക്കഥയാകുമ്പോൾ പോലീസ് പുലർത്തുന്ന നിഷ്ക്രിയത്വത്തിനെതിരെ ജനരോഷം ശക്തമാണ്. അതിലും ഏറെയാണ് ജനങ്ങളുടെ മനസ്സിലെ ഭീതിയും ആശങ്കയും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.